ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഒപ്പിയെടുത്ത ഒരു വീഡിയോ ആണേ. രാവിലെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഈ മുളകല്ല ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന കണ്ടത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മുളക് നടുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഒത കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒത കൊടുത്ത് നമ്മളിങ്ങനെ കെട്ടി നിർത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതങ്ങ് പിന്നെയും ചരിഞ്ഞു പോവും. പിന്നെ നമ്മളതിനെ വളർത്തി കൊണ്ടുവന്നിട്ട് കാര്യമില്ലാതായി പോകുക. അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ഒത കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ മണ്ണിൽ ഉറപ്പിച്ചൊക്കെ നിർത്തുമായിരുന്നു. ഞാൻ ഇപ്പം കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ഷോപ്പിൽ പോകാനായിട്ട് കുളിച്ചതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അത് ശരി, എന്നാൽ പിന്നെ അതൊന്ന് റെഡിയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങിയാൽ അന്നേരം ഷോപ്പിൽ പോകാൻ ഇനി സമയമുണ്ടേ. എൻ്റെ കൂട്ടുകാരൻ തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടേ. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂട്ടുകാരൻ കൂടെ വരുവേ. പിന്നെ എൻ്റെ കുഞ്ഞു താണ്ട കൂട്ടിയിരുന്നിരുന്നിരുന്ന് അങ്ങ് കുഴഞ്ഞു പോയി, ഉറങ്ങി. അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. നമ്മളിങ്ങനെ പോയി തടവി കൊടുക്കുന്നതൊക്കെ എൻ്റെ കുഞ്ഞിന് വലിയ ഇഷ്ടമാണേ. അങ്ങനെ പുട്ടുട്ടനെ കുറച്ച് നേരമൊക്കെ ഒന്ന് തടവിയൊക്കെ കൊടുത്ത് കുഞ്ഞിനെ നല്ലോണം ഒന്ന് ഉറക്കാൻ വിട്ടിട്ട് പിന്നെയും ഞാൻ ബാക്കി മുളകിനൊക്കെ ഒന്ന് കൊതയൊക്കെ കൊടുത്ത് നിർത്തുമായിരുന്നു. ഇതുണ്ടല്ലോ, ഈ നിൽക്കുന്നത് വയലറ്റ് ഉണ്ടമുളകാണ്. നല്ല മുളകാണ് കേട്ടോ അത്. അതിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ നിൽക്കുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള ഉണ്ടമുളകാണ്. കാന്താരി മുളക് അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു, മിസ്സായി പോയെന്ന് തോന്നുന്നു. ചെറുതായിട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഈ നിൽക്കുന്ന ഇവിടെ വരെ ഉണ്ടമുളക്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കണ്ടോ, ഈ ഒരെണ്ണം പുളിയില പോലെ നിൽക്കുന്നത്, അത് നമ്മുടെ അഗസ്ത്യ ചീരയാണ് കേട്ടോ. 2 എണ്ണം കൊണ്ടുവച്ചാണ്. മാമിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവച്ചാൽ ഇത് ഒരെണ്ണവേ കിളിച്ചോളൂ. 2 എണ്ണം കൊണ്ടുവച്ച്. ഇതെല്ലാം മുളകാണ്. ഇതൊക്കെ പൂവിട്ട് വരുന്നുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് കാണിച്ചത്. അപ്പുറത്തോട്ടെല്ലാം നല്ല വൃത്തിക്ക് പോച്ച കയറി കിടപ്പുണ്ടേ. അതിൻ്റെ ഇടയിൽ ദാണ്ടെ മണിയണ്ണൻ ബാക്കി വന്ന് പാവയ്ക്ക പിച്ചിയതാണേ. ഇത്രയും പാവയ്ക്ക കിട്ടി. പാവയ്ക്കയൊക്കെ പിടിച്ച് തീർന്ന്. നമുക്ക് ഇന്നത്തെ വിളവെടുപ്പിൽ കിട്ടിയ പാവയ്ക്കയായിരുന്നു. ലാസ്റ്റ് വിളവെടുപ്പായിരുന്നെന്ന് തോന്നുന്നു അതിൻ്റെ. പിന്നെ അധികം അങ്ങോട്ട് പിടിച്ച് വന്നെങ്കിലും മഴയൊക്കെ ആയപ്പോഴത്തേക്കും അതങ്ങ് പോയി കേട്ടോ. നമ്മുടെ പാവലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. എന്നാലും ഉണ്ടല്ലോ, ഈ അവസ്ഥയിലും അതിനകത്ത് പുതിയ പാവലൊക്കെ കിളിച്ച് വരുന്നുണ്ടായിരുന്നു. പുതിയ കായൊക്കെ പിടിച്ച് വരുന്നുണ്ടോ, ചെറിയ ചെറിയ കാകൾ നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് ഫലമായിട്ട് കിട്ടിയില്ല. പക്ഷെ അതെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോവുകയോ വാടിപ്പോവുകയോ ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമ്മളതിനെ അങ്ങ് മൂടിളക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പം നമുക്ക് അവിടെ വേറെ ഏതെങ്കിലും കൃഷി നടാനായിട്ട്. ഇത് കണ്ടോ ഞങ്ങളുടെ പ്ലാവിൻ്റെ അവസ്ഥ. പ്ലാവ് ഉണങ്ങിപ്പോയി ഗായ്സ്. പക്ഷേ ഈ പ്ലാവ് ഉണങ്ങിയത് നമ്മൾ കണ്ടില്ല, നാട്ടുകാർ കണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പ്ലാവ് ഉണങ്ങിയത് ശ്രദ്ധിച്ചത്. കാരണം നമ്മൾ രാവിലെ പോയിട്ട് രാത്രി വരും. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചക്കയൊക്കെ അതിനകത്ത് ഉണങ്ങി നിൽക്കുന്ന കണ്ടോ. ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. കൊഞ്ച് ബിരിയാണി ആയിരുന്നു. ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഗായ്സ് കേട്ടോ. ഉച്ചയ്ക്കാണെന്ന് ഞാൻ ഷോപ്പിലേക്ക് പോയത്. പിന്നെ വൈകുന്നേരം ഷോപ്പിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നത് കൊണ്ട് തന്നെ രാത്രി വന്നിട്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ വെക്കണമായിരുന്നു. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ വെള്ളം അടുപ്പേ വെച്ച് അരിയൊക്കെ അങ്ങ് ഇടുമായിരുന്നേ. ഇന്ന് പെരുന്നാളായിരുന്നു, മണിയണ്ണന് ലീവായിരുന്നു. അതുകൊണ്ട് മണിയണ്ണനായിരുന്നു രാവിലെ ഷോപ്പിൽ പോയത്. ഉച്ചയായപ്പോഴാണ് ഞാൻ പോയത്. ഉച്ചയ്ക്ക് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ അടപ്പയിൽ ഇട്ടിട്ട് വന്ന് നമ്മൾ വന്നപ്പോൾ സമൂസ മേടിച്ചുകൊണ്ട് വന്നേ. ചിക്കൻ സമൂസയായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് ഇരുന്നു. ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരോടും കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട് കേട്ടോ. ഇപ്പം മാത്രമാണ് നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ സമയം കിട്ടുന്നത്. ഈ സമയത്ത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ കൊണ്ടുവന്ന സമൂസയും പിന്നെ നിച്ചിക്കുട്ടൻ നമ്മൾ വന്നപ്പോഴത്തേക്കും കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിയണ്ണൻ അങ്ങനെ സ്നാക്സ് ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. എനിക്ക് നിച്ചിക്കുട്ടനും മാത്രം മതിയല്ലോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നു. എൻ്റെ ചോപ്പർ കേടായിപ്പോയി കുട്ടികളെ. അതുകൊണ്ടാണ് ഇങ്ങനെ അരിയണം. ചോപ്പർ കേടായിപ്പോയതിൻ്റെ അടുത്ത ദിവസം കട്ടിംഗ് ബോർഡ് 2ആയിട്ട് പിളർന്നു പോയി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാം നശിച്ചു പോയി. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയാണ് അരിയുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പം കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുമായിരുന്നേ. മണിയണ്ണൻ ഇന്ന് ചൂണ്ടയിട്ടപ്പം ഏട്ടത്തേടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നിങ്ങളുടെ നാട്ടിൽ അതിനെ എന്ത് പറയുമെന്ന് അറിയത്തില്ല. നമ്മുടെ തേടിൻ്റെ മഞ്ഞിച്ചിരിക്കുന്ന സാധനമാണ് ഏട്ടത്തേട്. അതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ണം കിട്ടിയപ്പോഴേ അതിനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തെന്നും. അതുകൊണ്ട് എനിക്ക്
അത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അണ്ണൻ തന്നെ അത് ക്ലീൻ ചെയ്ത് തരുവേ. അത് കറി ഇത്രയും അടപ്പേ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലെന്ന്. ഇപ്പം നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ട് നല്ല വൃത്തിയായിട്ട് വഴറ്റി അതൊന്ന് വഴറ്റി വന്നപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊരു 2-3 ദിവസത്തേക്കുള്ള കറിയാണ്. അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടിയൊക്കെ എടുക്കുന്നത് കേട്ടോ. എരിയില്ലാത്ത മുളക് പൊടിയാണേ. അതിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ആ എണ്ണയിലിട്ട് ആ പൊടിയെ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് പിന്നെ പുളി ചേർത്ത് കൊടുത്ത് നമ്മളിതിനെ വടക്കം പുളി എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ചിലർ പിണറാൻ പുളി എന്ന് പറയും. നമ്മളിവിടെ വടക്കം പുളി എന്നാണ് പറയുന്നത്. നേരത്തെ അത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ദാണ്ടെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് അതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചേ. ഞാൻ കറിവേപ്പിലയ്ക്കകത്ത് അതിൻ്റെ തണ്ടോട് ചേർത്ത് കൊടുക്കും. വീട്ടിലെ കറിവേപ്പില ആയതുകൊണ്ട് നിങ്ങളങ്ങനെ ചേർത്ത് കൊടുക്കുമോ? ചേർത്ത് കൊടുക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കതെന്തോ ഇച്ചിരി ടേസ്റ്റായിട്ട് തോന്നുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതുകൂടി അങ്ങ് ഊറ്റിയെടുത്ത് ഇപ്പം ദാണ്ടെ നമ്മുടെ കറി തിളച്ച് വന്നു. അതിലേക്കിനി മീൻ ഇട്ട് കൊടുക്കാം. മണിയെണ്ണം കണ്ടിച്ച് വെച്ചിരുന്ന ഏട്ടമീനാണേ. അതെല്ലാം ഞാനിങ്ങനെ അരിപ്പയ്ക്കകത്താക്കി വെച്ചിരിക്കുവേ. എനിക്ക് അതിനകത്ത് അല്ലെങ്കിൽ ആ വെള്ളം വീഴുമോ എന്നൊരു ഫീൽ വരും. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് അപ്പോഴേ ഇങ്ങനെ അരിപ്പയ്ക്കകത്താക്കി വെക്കുവേ. അതെല്ലാം നമുക്കിങ്ങനെ പറക്കി ഇട്ട് കൊടുക്കാം. മീനെല്ലാം പറക്കി വെച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയും അതിനെ അടച്ച് വെച്ചു. ഇനി അത് അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. പിന്നെ നമുക്ക് ദാണ്ടെ ഇത്രയും കുഞ്ഞൻ കരിമീനെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെയും ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പം തന്നെ ഒത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് എനിക്കാണെങ്കിൽ നല്ല ബാക്ക് പെയിനും ഒക്കെ ഉണ്ട്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം എങ്ങനെയും ചെയ്യേണ്ടത് കൊണ്ട് അങ്ങ് ചെയ്തു എന്ന് മാത്രം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നപ്പോഴേ കിടക്കേണ്ട അവസ്ഥയിലായിരുന്നു ഷോപ്പിൽ വീട്ടിലോട്ട് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ദാണ്ടെ ഏട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദാണ്ടെ നമ്മുടെ അത്താഴം വിളമ്പുമായിരുന്നേ. ഏട്ടക്കറിയും പിന്നെ നമ്മുടെ കുഞ്ഞൻ കരിമീൻ ഫ്രൈയും കൂടെ ഒരിത്തിരി അച്ചാറും പിന്നെ ഇന്ന് ഉച്ചക്കലത്തെ ബിരിയാണിയുടെ ബാക്കി സലാഡും ഇരിപ്പുണ്ടായിരുന്നു. അതായിരുന്നു ഇന്നത്തെ അത്താഴം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം രാധിക മണിയൻ.